ബഹിരാകാശ മേഖലയിൽ വൻകിട രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. അതിനിടെ അതീവ രഹസ്യ സ്വഭാവമുള്ള ചാര ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുകയാണ് അമേരിക്ക. അമേരിക്കയുടെ അതീവ രഹസ്യ ബഹിരാകാശ നിരീക്ഷണ സ്ഥാപനമായ നാഷണൽ റെക്കനൈസൻസ് ഓഫീസിൻ്റെ ചാര ഉപഗ്രഹങ്ങൾ സ്പേസ് എക്സ് ആണ് കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ചത്. ഇത് മണത്തറിഞ്ഞ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ചാര ഉപഗ്രഹത്തെ തകർക്കാനുള്ള പദ്ധതിയുമായി രംഗത്തെത്തിയെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ അതത്ര എളുപ്പമാകില്ലെന്ന വിലയിരുത്തലുകളാണുള്ളത്. കാരണം തങ്ങളുടെ ഉപഗ്രഹ ശൃംഖല വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് NRO പുതിയ ഉപഗ്രഹം വിക്ഷേപിച്ചത്. തങ്ങളുടേതായി ബഹിരാകാശത്ത് എത്ര ഉപഗ്രഹങ്ങളുണ്ടെന്ന കാര്യം പോലും NRO വെളിപ്പെടുത്തിയിട്ടില്ല. അമേരിക്കയുടെ ഫെഡറൽ ഏജൻസികളെല്ലാം തന്നെ ലോകപ്രസിദ്ധമാണ്. FBI, CIA, DEA തുടങ്ങിയവയൊക്കെ മറ്റ് രാഷ്ട്രങ്ങൾ ഭയക്കുന്ന ഏജൻസികളാണ്. എന്നാൽ NRO കൂട്ടത്തിൽപ്പെടില്ല. അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിന് കീഴിലാണ് NRO പ്രവർത്തിക്കുന്നത്. കഥകളിലൊക്കെ പറയുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള മെൻ ഇൻ ബ്ലാക്ക് എന്ന സംഘടന ഇവർ തന്നെയാണെന്നാണ് ചിലർ വ്യക്തമാക്കിയിട്ടുള്ളത്. ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങൾ വഴി ചിത്രങ്ങളും അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളും പകർത്തി അമേരിക്കൻ സർക്കാരിനും ബന്ധപ്പെട്ട ഏജൻസികൾക്ക് നൽകുന്നതാണ് NROയുടെ പ്രധാന ദൗത്യം. 1992 വരെ ഇങ്ങനെ ഒരു സംഘടനയുണ്ടെന്ന് പോലും US സമ്മതിച്ചിരുന്നില്ല. അതിനൊരു പേരും നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനൊരു ഏജൻസി ഉണ്ടെന്ന് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1960-ലാണ് ഈ സ്ഥാപനം ആദ്യമായി പ്രവർത്തനം തുടങ്ങിയത്. കൊറോണ പ്രോഗ്രാം എന്നായിരുന്നു NROയുടെ ആദ്യ ഉപഗ്രഹ സംവിധാനത്തിൻ്റെ പേര്. 1960-95 കാലഘട്ടത്തിലാണ് ഇതുണ്ടായിരുന്നത്. അന്ന് സാറ്റലൈറ്റ് ക്യാമറകളിൽ നിന്നുള്ള ചിത്രങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലായിരുന്നു. എടുക്കുന്ന ചിത്രങ്ങളുടെ ഫിലിം റോളുകൾ ക്യാപ്സ്യൂളുകളിലാക്കി താഴേക്കിടുക, അവ വ്യോമസേനാ വിമാനങ്ങൾ ഉപയോഗിച്ച് പിടിക്കുകയായിരുന്നു പതിവ്. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയുടെ കരുത്തിലാണ് NRO പ്രവർത്തിക്കുന്നത്. 1980-ൽ തന്നെ ടാങ്കുകളെയും മറ്റും കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യ അവർക്കുണ്ടായിരുന്നു. 2012-ൽ NRO നാസയ്ക്ക് 2 സ്പേസ് ടെലിസ്കോപ്പുകൾ നൽകി. ഇവയുടെ ശേഷി പരിശോധിച്ച നാസ അമ്പരക്കുകയും ചെയ്തു. തങ്ങളുടെ വിശ്വവിഖ്യാതമായ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിനേക്കാൾ ശേഷിയുള്ളവയാണ് ഇവയെന്ന് അവർ കണ്ടെത്തിയതാണ്. കോടിക്കണക്കിന് രൂപ ബജറ്റിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് ഇന്ന് അതിവിപുലമായ പ്രവർത്തന മേഖലകളാണ്. ലോകത്ത് US-ൻ്റേതല്ലാത്ത നല്ലൊരു ശതമാനം മുങ്ങിക്കപ്പലുകളെ പോലും ഇവർ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് വിവരം.